വിക്ടർ മാരി ഹ്യൂഗോയുടെ ദ സോവർ എന്ന പോയമാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. സോവർ എന്നാൽ വിതയ്ക്കുന്നവൻ എന്നാണ് അർത്ഥം. അതായത് വിത്ത് വിതയ്ക്കുന്ന ആളിനെയാണ് സോവർ എന്ന് പറയുന്നത്. സോ ഈ പോയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ദ സ്ട്രഗിൾ ഓഫ് എ ഫാമർ ആൻഡ് ഹിസ് ഫേം ഡിറ്റർമിനേഷൻ ഇൻ ഡൂയിങ് വാട്ട് എവർ ഹി ക്യാൻ ഈവൻ വെൻ ഓൾ അതേഴ്സ് ഗോ അവേ. അതായത് മറ്റെല്ലാവരും പോകുമ്പോഴും എന്താണ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമറിൻ്റെ കഥയാണ് ഈ പോയത്തിൽ എന്താണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ പോയത്തിൽ സ്റ്റാൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് A B എന്നാണ്. അതായത് ഫോർ എവ്രി 4 lines ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻ വിൽ റൈം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 4 ലൈനുള്ള ഈ ഒരു പോയത്തിലെ ഫസ്റ്റ് 4 ലൈൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ലൈനിൻ്റെ കൂൾ അത് തേർഡ് ലൈന് റൂളുമായിട്ട് എന്താണ് റൈമിംഗ് ആണ് അല്ലേ. അപ്പോൾ അത് A B എന്നാണ് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനുമായിട്ട് റൈമിംഗ് ആണ്. ഫാസ്റ്റ് പാസ്റ്റ്. നെക്സ്റ്റ് സ്റ്റാൻസിൽ പോയാൽ ലാൻഡ്സ് സ്റ്റാൻസ് സ്റ്റില്ല് ത്രില്ല്. അപ്പോൾ അതാണ് A B റൈം സ്കീം. സോ നമുക്ക് പോയം നോക്കാം. സിറ്റിംഗ് ഇൻ എ പോച്ച് വേ കൂൾ ഫെയ്ഡ്സ് ദ റെഡി സൺലൈറ്റ് ട്വലൈറ്റ് ഹാസ്റ്റൻസ് ഓൺ ടു റൂൾ വർക്കിംഗ് ഹവേഴ്സ് ആർ വെൽ നൈ പാസ്റ്റ്. അപ്പോൾ എന്താണ് പോയിറ്റ് പറയുന്നത്? സിറ്റിംഗ് ഇൻ എ പോച്ച് വേ കൂൾ. എന്താണ് പോയിറ്റ് പറയുകയാണ്, ഒരു ദിവസം അയാൾ ഒരു പോച്ച് വേ അല്ലെങ്കിൽ ഒരു എൻട്രൻസിൽ എന്ത് ചെയ്യായിരുന്നു? ഇരിക്കുകയായിരുന്നു. എങ്ങനെ ഇരിക്കുകയായിരുന്നു? ഫേസ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ്. അദ്ദേഹം സൺസെറ്റ് കണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇവിടെ റെഡി സൺലൈറ്റ് അതായത് റെഡ് സൺലൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്നത് നോക്കി അയാൾ ഇരിക്കുകയായിരുന്നു. ഫെയ്ഡ്സ് എവേ ഫാസ്റ്റ്. ട്വലൈറ്റ് ഹാസ് ടൺ ഓൺ ടു റൂൾ. എങ്ങനെയാണ്? അപ്പം ഈ സൂര്യപ്രകാശം പോകും. അപ്പോൾ എന്താണ്? രാത്രി ആകാറാവുകയാണ് അല്ലേ. സോ ആസ് ഈവനിങ് അപ്രോച്ചസ് എന്താണ്? ഈവനിങ് വരികയാണ് അല്ലേ. ട്വലൈറ്റ് ബിഗിൻസ് ടു റൂൾ. അപ്പോൾ എന്താണ്? ഈ സൂര്യപ്രകാശമൊക്കെ മാഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. വർക്കിംഗ് ഹവേഴ്സ് ആർ വെൽ നൈറ്റ് പാസ്റ്റ്. അതായത് എന്താണ്? ഡാർക്ക്നെസ് വരികയാണ്. അപ്പോൾ എന്താണ്? അവിടെ വെട്ടമൊന്നുമില്ല. ആളുകളൊക്കെ എന്താണ്? ജോലി നിർത്തി എന്താണ്? വീട്ടിൽ പോവുകയാണ് അല്ലേ. വർക്കിംഗ് അതായത് വർക്കിംഗ് ഹവേഴ്സ് അതായത് ഇവിടെ എന്താണ്? ഈ ഫാമിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മുടെ പോയത്തിൽ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. വർക്കിംഗ് ഹവേഴ്സ് ആർ വെൽ നൈ പാസ്റ്റ്. ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് പോയിറ്റ് എന്താണ്? ഒരു സൺസെറ്റിൽ അതൊരു ഈവനിങ് സമയത്ത് ഒരു റെഡ് സൺലൈറ്റും നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തെ എന്താണ്? ഈവനിങ് ഒക്കെ മാറി രാത്രിയാകുന്ന സമയമായപ്പോൾ എല്ലാവരും വർക്കൊക്കെ നിർത്തിവെച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഫാമേഴ്സ്. നെക്സ്റ്റ് സ്റ്റാൻസിൽ ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ് ബട്ട് വൺ സോവർ ലിംഗർ സ്റ്റിൽ ഓൾഡ് ഇൻ റാക്സ് ഹി പേഷ്യൻറ്റ് സ്റ്റാൻഡ്സ് ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. എന്താണ്? ഇപ്പം അവിടെ എന്താണ്? സൂര്യപ്രകാശമൊക്കെ മാഞ്ഞ് രാത്രിയാകാറായി അല്ലേ. അപ്പോൾ എന്താണ്? അവിടെ മൊത്തം കാണാൻ പറ്റുന്ന ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്. ദർ ഈസ് നത്തിങ് ഇൻ ദ ലാൻഡ് ബട്ട് ദ ഷാഡോസ്. അതായത് എല്ലായിടത്തും എന്താണ്? ഷാഡോസ് സ്പ്രെഡ് ചെയ്യുന്നു, നിഴലുകൾ അല്ലേ. ഹൗവർ എമംഗ് ദോസ് ഷാഡോസ് അദ്ദേഹം എന്താണ് കാണുന്നത്? ബട്ട് വൺ സോവർ ലിംഗർ സ്റ്റിൽ. ഒരു സോവർ അതായത് വിത്ത് വിതയ്ക്കുന്നവനെയാണ് വിത്ത് വിതയ്ക്കുന്നവനെയാണ് സോവർ എന്ന് പറയുന്നത് അല്ലേ. വിത്ത് ആരാണോ വിതയ്ക്കുന്നത് അയാളെയാണ് സോവർ എന്ന് പറയുന്നത്. അപ്പം ഒരു സോവർ മാത്രം അവിടെ നിന്നു അല്ലേ. രാത്രിയാകാൻ പോവുകയാണ്. എല്ലായിടത്തും നിഴലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പോയിട്ട് നോക്കിയപ്പോൾ എന്താണ്? ഒരു വിത്ത് വിതയ്ക്കുന്ന ഒരു കർഷകനെ മാത്രം കണ്ടു. അദ്ദേഹം മാത്രം അവിടെ നിന്നു. അതാണ് ലിങ്കേഴ്സ്. അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്തു. ഹി ഈസ് ഓൾഡ് ഇൻ റാക്സ്. എന്താണ്? അദ്ദേഹം പഴം തുണിയിട്ടിരുന്നത്, കീറിയ വസ്ത്രങ്ങളാണ് എഴുതിയിരുന്നത്. ഹി പേഷ്യൻറ്റ് സ്റ്റാൻഡ്. അദ്ദേഹം അവിടെ എന്താണ്? വളരെ പേഷ്യൻ്റ് ആയിട്ടല്ലേ, വളരെ ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. വാച്ചിങ് ഹിം ദ പോയറ്റ് ഫീൽസ് ത്രിൽ. അതാണ് അടുത്ത ലൈൻ. ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. എനിക്ക് എന്താണ്? പോയറ്റിനെ വളരെ ത്രില്ലിംഗ് ആയി തോന്നി അല്ലേ. ഒരാൾ മാത്രം അവിടെ ഇപ്പോഴും ജോലി ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റാൻസിൽ പറഞ്ഞേക്കുന്നത്. ഷാഡോ ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ് ബട്ട് വൺ സോവർ ലിംഗർ സ്റ്റിൽ ഓൾഡ് ഇൻ റാക്സ് ഹി പേഷ്യൻറ്റ് സ്റ്റാൻഡ്സ് ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. ഇനി തേർഡ് സ്റ്റാൻസ. ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിലൗട്ട് ഡോമിനേറ്റ് ദ ഫാറോസ് ഡീപ്പ് നൗ ടു സോ ദ ടാസ്ക് ഈസ് സെറ്റ് സൂൺ ഷാൾ വൺ കം എ ടൈം ടു റീപ്പ്. തേർഡ് സ്റ്റാൻസിൽ പോയിട്ട് എന്താ പറയുന്നത്?
സിലൗട്ട് കൊണ്ട് മീൻ ചെയ്തേക്കുന്നത് ആ സോവറിൻ്റെ, ആ വിത്ത് വിതയ്ക്കുന്ന ആ കർഷകൻ്റെ എന്താണ് നിഴലിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിലൗട്ട്. അപ്പോൾ എന്താണ് രാത്രി ഇരുട്ട് കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ഷാഡോ എന്ത് ചെയ്യാൻ തുടങ്ങി, വലുതാകാൻ തുടങ്ങി. ഡോമിനേറ്റ്സ് ദ ഫറോസ് ഡീപ്പ്. ഫറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ വിത്തുകൾ വിതയ്ക്കാൻ വേണ്ടി ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കുമല്ലോ, ചെറിയ ചാലുകൾ പോലെ, അതിനെയാണ് ഫറോസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് അവിടെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ ചാലുകളൊക്കെ ഡോമിനേറ്റ് ചെയ്ത്, എന്താണ് ഡോമിനേറ്റ് ചെയ്തത്, ഈ കർഷകൻ്റെ നിഴല്. നൗ ടു സോൾവ് ദ ടാസ്ക് ഈസ് സെറ്റ്. അതായത് അപ്പം സോവർ എന്താണ് വിചാരിക്കുന്നത്, അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ദ സോവർ മേ തിങ്കിങ് ഇറ്റ്സ് എ ടൈം ടു സോ ദ സീഡ്സ്. അപ്പം എന്താണ് ഇത്രയും രാത്രിയായിട്ടും അയാൾ എന്തുകൊണ്ടായിരിക്കാം ഈ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം ഈ സമയത്ത് വിത്ത് വിതയ്ക്കുന്നത് നല്ലതാണെന്ന് ചിലപ്പോൾ കർഷകനെ അറിയാമായിരിക്കും. അതുകൊണ്ട് എന്താണ് സൂൺ ഷാൾ കം എ ടൈം ടു റീപ്പ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ സോവർ എന്താണ് വിൽ ഏബിൾ ടു റീപ്പ് ദ ഫ്രൂട്ട് ഓഫ് ഹിസ് ഹാർഡ് ലേബർ ആൻഡ് ഡെഡിക്കേറ്റ്. അദ്ദേഹം ഇത്രയും ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം, അയാൾക്കറിയാം ഉടനെ തന്നെ എന്താണ് ഇയാൾക്ക് ഇതെല്ലാം വിളവെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ സ്റ്റാൻസയിൽ യങ് പീപ്പിളിനുള്ളൊരു ലെസൺ ആണ് പോയിട്ട് തന്നേക്കുന്നത്. വൺ ഷുഡ് വർക്ക് ഹാർഡ് വൈൽ അതേഴ്സ് ഗീവ് അപ്പ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ് വീട്ടിലേക്ക് തിരിച്ചു പോയില്ലേ. അപ്പം തന്നെ എല്ലാവരും നിർത്തിയാലും നിങ്ങൾ നിങ്ങളുടെ ജോലി കഠിനമായി തന്നെ പരിശ്രമിക്കുക. ദിസ് വേ ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഫ്രൂട്ട്സ് ഓഫ് ദ ഡെഡിക്കേഷൻ. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. അതാണ് തേർഡ് സ്റ്റാൻസ്. ഫോർത്ത് സ്റ്റാൻസ് നോക്കാം. മാർച്ചസ് ഹി along the plain to and fro and scatters wide from his hand the precious grain, moody eye to see him stride. എന്താണ് അദ്ദേഹം മാർച്ചസ് ഹി along the plain എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലെയിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കൃഷിയിടത്തെയാണ്, ആ ഫാമിനെയാണ്. മാർച്ചസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ടു ആൻഡ് ഫ്രോ, ഫ്രം വൺ എൻഡ് ടു അതർ ആൻഡ് ബാക്ക് ടു ദ ഫസ്റ്റ് വൺ. അദ്ദേഹം ടു ആൻഡ് ഫ്രോ മാർച്ച് ചെയ്യുന്ന പോലെ അല്ലേ, നടക്കുകയാണ്. ഒരു അറ്റത്തു നിന്ന് മറ്റൊരറ്റത്ത് വരെ അദ്ദേഹം എന്താണ് ആ കൃഷിസ്ഥലത്ത് കൂടി നടക്കുകയാണ്. എന്തിനു വേണ്ടി, സ്കാറ്റേഴ്സ് ദ പ്രഷ്യസ് ഗ്രെയിൻ ഫ്രം ഹിസ് ഹാൻഡ് ഇൻ ദ ഫീൽഡ്. എന്താണ് ഫ്രം ഹിസ് ഹാൻഡ് ദ പ്രഷ്യസ് ഗ്രെയിൻ സ്കാറ്റേഴ്സ് വൈഡ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമാണ് ആ വിത്തുകൾ. ആ വിത്തുകളാണ് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള എന്താണ് വിളവ് കൊടുക്കുന്നത് അല്ലേ. അപ്പം ആ ഏറ്റവും അമൂല്യമായ വിത്തുകൾ അദ്ദേഹം എന്ത് ചെയ്യണം, വിതറുകയാണ് അല്ലേ. എങ്ങോട്ട്, ഫീൽഡിലേക്ക്, എവിടേക്ക്, ഈ കൃഷി സ്ഥലത്തേക്ക് അദ്ദേഹം വിതറുകയാണ്. ദ ഗ്രെയിൻസ് ആർ പ്രഷ്യസ് ദേ വിൽ ഗ്രോ ഇൻ ടു ക്രോപ്സ് ആൻഡ് വിൽ മേക്ക് ദ സോവർ പ്രോസ്പെറസ്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ പ്രഷ്യസ് എന്ന് പറയുന്നത് ഈ ഗ്രെയിൻസിനെ, കാരണം അത് ആ ഒരു അമൂല്യമായ നിധി കാരണമാണ് അദ്ദേഹം ജീവിക്കുന്നത് അല്ലേ. അദ്ദേഹം ഈ വിളവെടുത്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിത്തുകൾ അദ്ദേഹത്തിന് അത്രത്തോളം അമൂല്യം തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ലൈൻ, മൂഡി ഐ ടു സീ ഹിം സ്ട്രൈഡ്. പോയിട്ടിന് ഇത് കണ്ടപ്പോൾ വിഷമം തോന്നില്ല. ഇത്രയും ഈ ഫാർമർ, ഈ കർഷകൻ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പോൾ, സോവർ സ്ട്രഗിൾ ചെയ്യുന്നപ്പോൾ ആർക്കാണ്, നമ്മുടെ പോയിട്ടിന് വിഷമം തോന്നി. സോ ലാസ്റ്റ് സ്റ്റാൻസയാണ്. ഡാർക്ക്നെസ് ഡീപ്പൻസ് ഗോൺ ദ ലൈറ്റ്. എന്താണ്, ഡാർക്ക്നെസ് കൂടി വന്നു, അപ്പം ലൈറ്റൊക്കെ പോയി, നൈറ്റായി അല്ലേ, രാത്രിയായി. നൗ ഹിസ് ഗസ്റ്റേഴ്സ് ടു മൈൻ ഐസ് ആർ ഓഗസ്റ്റ് ആൻഡ് സ്ട്രേഞ്ച്. ഹിസ് ഹൈറ്റ് സീം ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. അപ്പം എന്താണ്, ഇപ്പം രാത്രിയായി മാറിയിരിക്കുന്നു അല്ലേ, ഡാർക്ക്നെസ് വന്നു, നൈറ്റ് അപ്പിയേഴ്സ്, ദ ഡേ ലൈറ്റ് ഈസ് നോ മോർ. അപ്പോൾ പോയിറ്റിന് എന്താണ്, ഇപ്പോൾ പോയിറ്റ് എന്തൊക്കെ ആക്ടിവിറ്റീസാണ്, അതാണ് ഗസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം അത്രത്തോളം ഇരുട്ടായിരിക്കുന്നു. ദേ സീം ടു ബി സ്ട്രേഞ്ച് വിച്ച് ഹി കിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ പോയിറ്റിന് എന്താണ് സ്ട്രേഞ്ച് ആയി തോന്നുന്നത്, അയാൾക്കതിപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആൻഡ് ഫൈനൽ ലൈനിൽ പോയിട്ട് പറഞ്ഞേക്കുന്നത്, ദ ഹൈറ്റ് ഓഫ് ദ സോവർ സീം ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. അതായത് ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിന് ഒന്നും കാണുന്നില്ല. ഹി ബിക്കം ഇൻവിസിബിൾ. അദ്ദേഹത്തെ കാണാനേ കഴിയുന്നില്ല. അതായത് ദ ഹൈറ്റ് ഓഫ് ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. അത്രത്തോളം ഉയരത്തിൽ അദ്ദേഹം എന്താണ് ആകാശത്ത് വരെ മുട്ടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. കാരണം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നുമില്ല. സോ ഇതായിരുന്നു നിങ്ങളുടെ പോയം വിക്ടർ മാരി ഹ്യൂഗോയുടെ ദ സോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതയ്ക്കുന്നവൻ.
അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഒരു സ്ട്രഗിൾ ഓഫ് എ ഫാമർ ആണ് അല്ലേ ദ പോയം ദ സോവർ ബൈ വിക്ടർ മാരഹുഗി ഈസ് അബൌട്ട് ദ struggle of a farmer and his firm determination in doing whatever he can even when all others go away. അതായത് രാത്രിയായി എല്ലാവരും പോകുമ്പോഴും ഒരാൾ മാത്രം ജോലി ചെയ്യുന്നതിനെ പറ്റിയാണ് പോയിട്ട് പറഞ്ഞത് അല്ലേ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ വിളവ് എടുക്കാൻ വേണ്ടി. അദ്ദേഹം ഇത്രത്തോളം കഠിനമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിളവ് എടുക്കാൻ പറ്റും, എല്ലാവർക്കും ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട്. സോ ഇതാണ്